Advocate Shanta Reddy, Additional Standing Council Government of India, former government leader and India Director. Representative Myanmar Union, Ishwan, an NGO headed by District Collector for the welfare of victims, especially women and children. State Committee member of Odisha and the National Assembly, government advisory committee of NDP Action. Former State President of Madhuri, Lakshmi Vedi, for the welfare of women and children. ഓം നമഃ ശിവായ. ഇന്നത്തെ ഈ സുദിനത്തിൽ ശിവരാത്രി ദിവസം വനിതാ ദിനം വന്നതുകൊണ്ട് വളരെ വളരെ പുണ്യമായി ഒരു ധന്യ മുഹൂർത്തത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. 2-3 വർഷങ്ങളായി കുറച്ച് അവാർഡുകളൊക്കെ കിട്ടാറുണ്ടെങ്കിലും ഈ ഒരു പുരസ്കാരം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുരസ്കാരമായി ഞാൻ കരുതുന്നു. എല്ലാവർക്കും നന്ദി. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ സിസ്റ്റർ മീനാജിയുടെ ഒരുപാട് പ്രഭാഷണങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് തവണ കാണാനും അവസരം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഒരു പ്രാവശ്യം ഇവിടെ വരാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്നിവിടെ വന്നപ്പോൾ എന്തോ ഒരുപാട് വ്യത്യസ്തത, ഒരു മഹാനുഭവം തന്നെയാണ്. നമ്മളുടെ ജീവിതത്തിലെ അനുഭവത്തെ അടിസ്ഥാനമാക്കി വനിതാ ദിനം 2-3 മിനിറ്റിലൊരു വനിതാ ദിന സന്ദേശം കൊടുക്കാനാണ് നിർദ്ദേശം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാനും സിദ്ധാർത്ഥിന്റെ കാര്യം ആലോചിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോഴേക്ക് പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ പ്രവർത്തിക്കാവുള്ളൂ. ഏതൊരു രംഗത്ത് സേവനത്തിനിറങ്ങിയാലും ആത്മീയത, സ്പിരിച്വാലിറ്റി നമ്മുടെ ഒരു ഭാഗത്ത് ഉണ്ടാവണം. ദൈവത്തിന്, ഡിവൈനിന് ടൈം കൊടുക്കണം. എല്ലാം കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിൽ നമ്മൾ നാമം ചോദിച്ചേക്കാം, അല്ലെങ്കിൽ സമയം ഉണ്ടെങ്കിൽ സാധന ചെയ്തേക്കാമെന്നൊന്നും വിചാരിക്കരുത്. നമ്മൾ എന്തെങ്കിലും ഒരു ബ്രഹ്മകുമാരി സമാജത്തിലെ ആവട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതിലെ സ്പിരിച്വൽ ഓർഗനൈസേഷൻ്റെ ആവട്ടെ, നമ്മൾ സാധന ചെയ്യുന്നുണ്ടെങ്കിൽ ആ സാധന, സത്സംഗ്, സേവ ഇതെല്ലാം കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തൊരു പുഞ്ചിരി സ്മൈൽ താനേ ഉണ്ടാവും. അതാണ് ഇവിടെ എല്ലാവരുടെയും മുഖത്ത് നമ്മൾ കാണുന്നത്. അവർ റെഗുലറായിട്ട് സാധന, സത്സംഗ്, സേവ എല്ലാം ചെയ്യുന്നവരാണ്. എല്ലാ സിസ്റ്റർമാരുടെയും മുഖത്തുള്ള പുഞ്ചിരി അതിൽ നിന്നാണ് ഉണ്ടാവുന്നത്. നമ്മൾ എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ 53 വർഷമായി ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. ആദ്യം ഗവൺമെന്റ് സ്ഥാപനത്തിലായിരുന്നു, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിൽ ക്ലാർക്കായിട്ട് ജോലി തുടങ്ങി. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് ജുഡീഷ്യൽ ഓഫീസറായി, മജിസ്ട്രേറ്റായി. അപ്പൊ പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല, ഹൈക്കോടതിയിൽ. അങ്ങനെ ഇലക്ട്രിസിറ്റി ബോർഡിൽ ടെസ്റ്റ് എഴുതി. രണ്ടും കൂടെ ഒരു 22-23 കൊല്ലമായപ്പോൾ ഇവിടെ പാലക്കാട് ഒന്ന് സെറ്റിൽ ചെയ്തു. എൻ്റെ നാട്ടിൽ താമസിച്ചതിനേക്കാളും ഒരുപാട് കാലം പാലക്കാട് ഞാൻ താമസിച്ചു. കൊല്ലത്ത് കല്ലട എന്ന കുഗ്രാമത്തിലൊരു കർഷക കുടുംബത്തില് കാവും കുളവും സർപ്പക്കാവും ഉള്ള ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അവിടുന്ന് 10ാം ക്ലാസ് കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു വിടുക, അല്ലാതെ കോളേജിൽ പോലും പെടുന്ന അവസരം ഉണ്ടായിരുന്നില്ല. അവിടെ നിന്നെല്ലാം വന്നു. അപ്പൊ ദൈവം കണ്ടിരിക്കുന്നിടത്ത് നമ്മൾ എത്തുള്ളൂ. നമ്മൾ എത്ര അഹങ്കരിച്ചാലും, അല്ലെങ്കിൽ അങ്ങനെ വേണോ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞാലും നമുക്ക് സാധ്യമല്ല. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ LLB എടുത്തു, B.Ed, LLB ഒക്കെ എടുത്തതാണ്. പക്ഷെ ഹസ്ബൻഡിന്റെ കൂടെ ഒരു 3 കൊല്ലം ഇങ്ങനെ മജിസ്ട്രേറ്റായിട്ട്, മുനിസിപ്പാലിറ്റൊക്കെ നടന്നപ്പോൾ എവിടെയും പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ല. പാലക്കാട് വന്നു, വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തു. പ്രാക്ടീസ് തുടങ്ങിയിട്ട് ഇപ്പൊ 30 വർഷമായിരുന്നു. ഇപ്പൊ 53, ഈ മെയില് ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 53 വർഷമായി. ഇപ്പോഴും എനിക്ക് മടുത്തിട്ടില്ല. ഇപ്പോഴും ജോലി ചെയ്യാൻ തയ്യാറാണ്. എന്ത് സേവനം, ഒരുപാട് സമയത്തൊക്കെ അറിയാം. എന്നോട് ആദ്യം ഇലക്ഷൻ നിൽക്കാൻ വേണ്ടി എന്ന് പറയുമ്പോൾ വിമുഖതയായിരുന്നു എനിക്ക്. രാഷ്ട്രീയം വേണമെന്നുള്ളത്. ഇന്നിപ്പോ BJPയുടെ സ്റ്റേറ്റ് കൗൺസിൽ മെമ്പർ കൂടിയാണ്. അവരെല്ലാം നമ്മുടെ പിന്നില് ഒരുപാട് സഹോദരങ്ങൾ നമ്മളെ സഹായിക്കാനുണ്ടായി. ഒന്നും നമ്മൾ അങ്ങോട്ട് പോകണ്ട, നമുക്കൊരു സങ്കല്പം, ദൈവികമായൊരു സങ്കല്പവും വെച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കാൻ ഇറങ്ങിയാൽ തീർച്ചയായിട്ടും അത് വിജയിക്കുക എന്നുള്ള സന്ദേശമാണ് എനിക്ക് തരാനുള്ളത്. അതാണ് ഞാനിവിടെ പറയുന്നത്. നമ്മൾ വെറുതെ ദിവസവും ഒരു 5 മിനിറ്റ്
പ്രാർത്ഥിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്തിട്ട് നമ്മുടെ വർക്കിന് ഇറങ്ങുക, തീർച്ചയായിട്ടും അതിന് ഫലം ഉണ്ടാവും. നമ്മൾ എന്ത് വിചാരിക്കുന്നോ അത് നടക്കും. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഞാൻ 1971 അഡ്വക്കേറ്റ് ജനറൽ ഫോഴ്സിൽ ഹൈക്കോടതിയിലാണ് ജോലിക്ക് കയറിയത്. അന്ന് ഈ ഗവൺമെന്റ് പ്ലീഡേഴ്സിനെയൊക്കെ കാണുമ്പോൾ, സർക്കാർ വക്കീലന്മാർക്ക് PCN മേനോൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗവൺമെന്റ് പ്ലീഡർ ഉണ്ട് സീനിയർ, അവരൊക്കെ കാണുമ്പോൾ ഇവർക്കൊക്കെ എന്താണ് ഇതുപോലെങ്കിലും ആവാൻ കഴിഞ്ഞെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പിന്നീട് LLB എടുത്തു, പാലക്കാട് ജില്ലയിലെ ഗവൺമെന്റ് ലീഡറായി. ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലാണ്. നമ്മുടെ മനസ്സിൽ സ്ട്രോങ് ആയിട്ടൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, ഒരു സ്ട്രോങ് ബില്ലുണ്ടെങ്കിൽ, അതുകൊണ്ട് മാത്രമാവില്ല, നമ്മൾ ശ്രമിക്കണം, ദൈവാധീനം ഉണ്ടാവണം. അതിനാണ് പറയുന്നത് കുറച്ച് സ്പിരിച്വാലിറ്റി കൂടെ വേണമെന്ന്. നമ്മൾ അല്ലാതെ ഒന്നും നമ്മൾ തന്നെ നിന്നിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ആ സ്പിരിച്വാലിറ്റിയും കൂടെ ചേർന്നിട്ടുള്ള ഒരു ജീവിതമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കും. എന്റെ അനുഭവം അതാണ്. പിന്നെ നേരത്തെ ഇന്നലെ മാഡം പറഞ്ഞതുപോലെ മക്കളെ കുറച്ച് സ്പിരിച്വൽ പാത്തിലൂടെ തന്നെ വളർത്തുക എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പിള്ളേരൊക്കെ നമ്മുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ സത്സംഗനോ ഭജനോ ഒന്നും വരണമെന്നല്ല, പക്ഷെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കുറച്ച് സ്പിരിച്വാലിറ്റിയും കൂടെ അവരുടെ ഉള്ളിലോട്ട് കടത്തിവിടാൻ പറ്റിയാൽ തീർച്ചയായിട്ടും ഇങ്ങനെ മറ്റുള്ളവരെ നോവിക്കുന്ന ഒരു മനസ്സായി വരില്ല. എല്ലാവർക്കും എനിക്ക് പുരസ്കാരം തന്ന ഈശ്വരിയ ബ്രഹ്മകുമാരി ശിശുര വിശ്വവിദ്യാലയത്തിന് എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഇവിടെയുള്ള എല്ലാവർക്കും നമസ്കാരം. ഓം നമഃ ശിവായ.